പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മൾ സ്നേഹിക്കുകയും കരുതുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയങ്ങളിൽ കൂടി കടന്നു പോകുന്നു എന്ന് നാം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അറിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തിന് അതൊരു വേദനയാണ്. പലപ്പോഴും നമുക്ക് പറയാൻ വാക്കുകൾ ഇല്ലാതെ പോകും. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്കറിയാം, നാം പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്ത അതുപോലെയുള്ള സമയങ്ങൾ അവർ അനുഭവിക്കുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളിൽ നിന്ന് നമ്മൾക്ക് ആശ്വാസം കിട്ടിയോ അതേ കാര്യങ്ങൾ നമ്മൾ തിരിച്ച് അവർക്ക് കൊടുക്കാൻ ബാധ്യസ്ഥതയുണ്ടതിന്. പ്രൈസ് ഗോഡ്. നമുക്കെല്ലാം അറിയാം, ഏറ്റവും കഷ്ടത അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഇയ്യോബ്, അല്ലേ? 24 മണിക്കൂറിനകത്താണ് തൻ്റെ കുഞ്ഞുങ്ങളെയെല്ലാം തനിക്ക് നഷ്ടപ്പെട്ടത്. അവൻ എന്തെല്ലാം വസ്തുവകളും സമ്പത്തും മൃഗസമ്പത്തുമൊക്കെ ഉണ്ടായിരുന്നോ അതെല്ലാം മോഷ്ടിക്കപ്പെട്ടു പോയി, നശിപ്പിക്കപ്പെട്ടു പോയി. അതായത് അവനുണ്ടായിരുന്ന സകല ബിസിനസ്സും തീക്കിരയായതുപോലെ തീർന്നുപോയി. ഏറ്റവും റിച്ചസ്റ്റ് ആയിരുന്നു, വളരെ ഇൻഫ്ലുവൻഷ്യലായിരുന്നു. തന്നെയുമല്ല, അനേക പാവപ്പെട്ടവർക്ക് താനൊരു സഹായിയായിരുന്നു. പക്ഷെങ്കിൽ തൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, തൻ്റെ ശരീരം മുഴുവനും താൻ പരുക്കുകളാൽ ബാധിതനായി തീർന്നു. ഓർത്തു നോക്കിക്കേ, തൻ്റെ ഐഡൻറ്റിറ്റി പോലും തനിക്ക് നഷ്ടപ്പെട്ടു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഇയ്യോബ് 4:8 വാക്യം: ഞാൻ കണ്ടിടത്തോളവും അന്യായമുഴുതു, കഷ്ടത വിതയ്ക്കുന്നവർ അത് തന്നെ കൊയ്യുന്നു. അതായത് ഇയ്യോബിൻ്റെ ദുഃഖം വളരെ വളരെ ആഴത്തിലുള്ളതായിരുന്നു. അവൻ്റെ ഫ്രണ്ട്സിന് പോലും അവനെ തിരിച്ചറിയാൻ പറ്റാതെ വന്നു. ഇയ്യോബ് തന്നെ ഓർത്തു, ഞാൻ ജനിക്കാതിരുന്നിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. ഇയ്യോബ് 3:1 പറയുന്നു, അനന്തരം ഇയ്യോബ് വായി തുറന്ന് തൻ്റെ ജന്മദിവസത്തെ ശപിച്ചു. 2-3 വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. ഇയ്യോബ് പറഞ്ഞതെന്തെന്നാൽ, ഞാൻ ജനിച്ച ദിവസവും ഒരു ആൺ ഉൽപ്പാദിച്ചു എന്ന് പറഞ്ഞ രാത്രിയും നശിച്ച് പോകട്ടെ. ദൈവം തന്നെ അങ്ങ് തീർത്ത് കളഞ്ഞിരുന്നെങ്കിലെന്ന് താൻ തൻ്റെ കഷ്ടതയിൽ ആശിച്ചുപോയി. ഇയ്യോബിൻ്റെ പുസ്തകം 6-8 വാക്യങ്ങൾ: അയ്യോ, എൻ്റെ അപേക്ഷ സാധിച്ചെങ്കിൽ, എൻ്റെ വാഞ്ച ദൈവം എനിക്ക് നൽകിയെങ്കിൽ, എന്നെ തകർക്കുവാൻ ദൈവം പ്രസാദിച്ചെങ്കിൽ, തൃക്കൈ നീട്ടി എന്നെ ഖണ്ഡിച്ച് കളഞ്ഞെങ്കിൽ. വലിയ വിഷമമുള്ള സംഗതി. കഷ്ടമനുഭവിക്കുന്ന ഒരു വ്യക്തി ഇതുപോലെ കഷ്ടമനുഭവിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നാം തേങ്ങിപ്പോകും, അല്ലേ? യോബിൻ്റെ പുസ്തകം 2-9 വാക്യം ഇങ്ങനെ കാണുന്നു: അവൻ്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു, ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. ഓർത്തു നോക്കിക്കേ, ഈ സ്ത്രീയുടെ എല്ലാ മക്കളും നഷ്ടപ്പെട്ടു പോയി. ഭർത്താവിന് പരു വന്ന് കഷ്ടത്തിലായിരിക്കുമ്പോൾ ഭർത്താവിനോട് ഇങ്ങനെ പറയുക ഏറ്റവും വേഴ്സ്റ്റായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ഇരുട്ടിൽ കൂടി ഇതുപോലെ നടന്നു പോകുന്ന ചിലരെ ആശ്വസിപ്പിക്കുക എന്നുള്ളത് പറയുവാനായിട്ട് ഒന്നും കിട്ടാതിരിക്കുന്ന സന്ദർഭമായിരിക്കും. പ്രൈസ് ഗോഡ്. അന്നും നമ്മുടെ കൂടെ നിൽക്കുവാനും നടക്കുവാനും ആശ്വസിപ്പിക്കുവാനും നല്ലവനായ കർത്താവ് മാത്രമേ കാണത്തുള്ളൂ. ഞാൻ പറയട്ടെ, നമ്മൾക്ക് ചില സ്റ്റെപ്പുകൾ മുന്നോട്ട് പോയി യോബിനെ പോലുള്ളവരെ ആശ്വസിപ്പിക്കേണ്ടതിന് ദൈവമക്കളെ കഴിയണം.
തൻ്റെ 3 കൂട്ടുകാർ ആദ്യം തൻ്റെ അടുത്ത് വന്നു. തേമാന്യനായ എലിഫസ്, ശൂഹ്യനായ ബിൽദാദ്, നയമാത്യനായ സോഫ്. ഈ 3 സ്നേഹിതന്മാർ ഇയ്യോബിൻ്റേത് വന്ന് ഈ അനർത്ഥമൊക്കെ സംഭവിച്ചത് കേട്ടപ്പോൾ ആശ്വസിപ്പിക്കാനാണ് വന്നത്. പക്ഷെ അവർക്ക് ഇയ്യോബിനെ തിരിച്ചറിയാൻ പറ്റിയില്ല. അവർ ഉറക്കെ കരഞ്ഞ് വസ്ത്രം കീറി പൊടി വാരി മേലോട്ട് തലയിൽ വിതറി. അവൻ്റെ വ്യസനം അതികഠിനമെന്ന് കണ്ടിട്ട് അവർ ആരും ഒരു വാക്കും മിണ്ടാതെ 7 രാപ്പകൽ അവനോടുകൂടെ നിലത്ത് ഇരുന്നു. ഇയ്യോബ് വലിയൊരു ഹാർഡ് സീസണിൽ കൂടെ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ചുരുക്കി പറഞ്ഞാൽ അവരൊക്കെ ക്ലെയിം ചെയ്ത ഒരു കാര്യം, ഇയ്യോബ് ഏതെങ്കിലും ടെറിബിളായിട്ടുള്ളൊരു സിൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് കിട്ടിയ പണിഷ്മെൻ്റാണ് ഇതെന്നാണ്. ഒരു എൻകറേജ്മെൻറ്റും തൻ്റെ ഫ്രണ്ട്സിൽ നിന്ന് തനിക്ക് കിട്ടിയില്ല. എല്ലാവരും അസ്യൂം ചെയ്യുന്നത് ബാഡ് തിങ്സ്, ചീത്ത കാര്യങ്ങൾ ചീത്ത ആൾക്കാർക്കേ സംഭവിക്കത്തുള്ളെന്ന്. എന്നാൽ ഞാൻ പറയട്ടെ, നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. നമ്മുടെ ലിമിറ്റഡ് അണ്ടർസ്റ്റാൻഡിങ്ങും നമ്മുടെ സ്വന്തം ഐഡിയാസും വെച്ചുകൊണ്ട് ദുഃഖം അനുഭവിക്കുന്ന ചിലരുടെ ദുഃഖത്തെ അളക്കാൻ പോകരുത്. യോബിൻ്റെ സിറ്റുവേഷൻ നോക്കുവാണെങ്കിൽ നമുക്കെല്ലാം അറിയാം, അതൊരു പണിഷ്മെൻ്റേ അല്ലായിരുന്നു. ദൈവം അത് അനുവദിച്ചതാണ്. ദൈവത്തിന് യോബിൻ്റെ വിശ്വാസത്തെയും യോബിന് തന്നോടുള്ള സ്നേഹത്തെയും കുറിച്ച് ഒരു നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടൊരു ഹാർഡ് സീസണിൽ കൂടെ പോകുമ്പോൾ നീ ഒന്നും കരുതി കൂട്ടി കണക്ക് കൂട്ടി ഒരു കൺക്ലൂഷനിൽ എത്തരുത് കേട്ടോ. നമുക്കാർക്കും മനസ്സിലാക്കാൻ കഴിയത്തില്ല വാസ്തവമായി ഒരാളുടെ ജീവിതത്തിൽ ഏതനുഭവത്തിൽ കൂടിയാണ് താൻ കടന്നു പോകുന്നത് എന്ന്. ദൈവമക്കളെ, വിധിക്കാൻ സ്പീഡ് കാണിക്കരുത് കേട്ടോ. പ്രൈസ് ഗോഡ്. ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്യമാണ് യോഹന്നാൻ 11:35. യേശു കണ്ണുനീർ വാർത്തു. ഈ ചെറിയ വാക്യം കാണുന്നത് ലാസറിൻ്റെ കഥയുടെ സ്റ്റോറി ഉണ്ടല്ലോ, ലാസറിൻ്റെ സ്റ്റോറി അതിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് കാണുന്നത്. അവൻ്റെ മരണത്തിന് ശേഷം 2 വാക്കേ ഉള്ളൂ ഇംഗ്ലീഷിൽ. ജീസസ് വെപ്റ്റ്. ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നൊരു വലിയ കാര്യമുണ്ട്. ചില വ്യക്തി ജീവിതങ്ങൾ ഹേർട്ടാകുമ്പോൾ നമുക്കെങ്ങനെ അവരുടെ കൂടെ ആയിരിക്കണമെന്നുള്ളത്. യേശു നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് എങ്ങനെ എമ്പതി കാണിക്കാമെന്നാണ്. എമ്പതി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സഹാനുഭൂതി എന്നാണ്. യോബിൻ്റെ ഫ്രണ്ട്സിനെല്ലാം തെറ്റുപറ്റി. അവർ കാണിച്ചത് സഹാനുഭൂതി അല്ലായിരുന്നു, എമ്പതി അല്ലായിരുന്നു. അവർ സിമ്പതി എങ്ങനെയാണെന്ന് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അവരവരുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് അവർ കഷ്ടമനുഭവിക്കുന്ന വ്യക്തിയെ കാണുമ്പോൾ പലപ്പോഴും അവർ സഹതാപം കാണിക്കത്തേ ഉള്ളൂ. കാരണം അവർ നോക്കുന്നത് അവരുടെ കാഴ്ചപ്പാടിൽ കൂടെ. എലിഫാസും ബിൽദാദും സോഫറും അവരുടെ കാഴ്ചപ്പാട് അവരോട് പറഞ്ഞു, തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. എന്നാൽ സഹാനുഭൂതി കാണിക്കുന്നവരാണെങ്കിൽ, അതായത് സിമ്പതിക്ക് പകരം എമ്പതി കാണിക്കുന്നവരാണെങ്കിൽ, വാസ്തവമായി മറ്റേ വ്യക്തിയുടെ ഷൂസിനകത്ത് കയറി നിന്നുകൊണ്ടായിരിക്കും നീ സംസാരിക്കുന്നതും ഇടപെടുന്നതും. ഇറ്റ് ഈസ് ഫോഴ്സിങ് യുവർ സെൽഫ് ടു സീ ദ സിറ്റുവേഷൻ ത്രൂ ദെയർ ഐസ്. അവരുടെ കണ്ണിൽ കൂടെ കാണാൻ പറ്റും. യോബിന് തൻ്റെ ഭാര്യയിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നും എല്ലാം വേണ്ടത് തൻ്റെ കൂടെ ഒന്നിരുന്ന് എന്തുകൊണ്ടാണ് തനി കഷ്ടത്തിൽ കൂടെ പോകുന്നതെന്ന് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാനല്ല,
അവരുടെ സാന്നിധ്യം ഒന്ന് കൊടുത്താൽ മതി, അല്ലാണ്ട് അവരുടെ കാഴ്ചപ്പാടല്ല. ലാസർ മരിച്ചപ്പോൾ യേശു കർത്താവ് എന്താ ചെയ്തത്? യേശു കർത്താവ് ലാസറിൻ്റെ മരണത്തിൽ അവനൊന്നും ജഡ്ജ് ചെയ്തില്ല. അവന് ആ സഹോദരിമാരുടെ ദുഃഖത്തെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റി. അവരുടെ കൂടെ താൻ ദുഃഖിച്ചു. ദൈവമക്കളെ, ബ്രേനെ ബ്രൗൺ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിട്ടുണ്ട്, എമ്പതി എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടൊന്ന് ശ്രദ്ധിക്കുക, ജഡ്ജ്മെൻ്റ് ഒന്നും പറയാതിരിക്കുക, ഇമോഷണലി ഒന്ന് കണക്റ്റഡ് ആവുക, നീ ഒറ്റയ്ക്കല്ല എന്ന് അവരെ ധരിപ്പിക്കത്തക്കവണ്ണമുള്ള ഒരു ഹീലിംഗ് മെസ്സേജ് അവർക്ക് കൺവേ ചെയ്യുക. കുഞ്ഞെ, ഞാൻ പറയട്ടെ, എമ്പതി പ്രാക്ടീസ് ചെയ്യുന്നത് വലിയ എളുപ്പമൊന്നും ആയിരിക്കത്തില്ല. പക്ഷെ അത് ചെയ്യുവാൻ നാം പ്രാപ്തരായിത്തീരണം. നാം ഹോണസ്റ്റ് ആയിരിക്കണം. ദുഃഖം അനുഭവിക്കുന്നവർക്ക് ഒരു ഡിസ്കംഫർട്ടും നമ്മുടെ സംസാരത്തിൽ നിന്ന് വരുവാനിടയാകരുത്. കാരണം അവർക്ക് നീ പറയുന്നതെല്ലാം ഒന്ന് മനസ്സിലാക്കുവാനുള്ള ആ ഒരു പീസ് ഓഫ് മൈൻഡിലല്ല അവരിയ്ക്കുന്നത്. പക്ഷെങ്കിൽ നിൻ്റെ പ്രസൻസ് ഉണ്ടല്ലോ, നീ അവരുടെ കൂടെ ഇരിക്കുന്നതുണ്ടല്ലോ, അവർക്കൊരാശ്വാസമായിരിക്കും. അങ്ങനെ എമ്പതി കാണിക്കുന്നവരായ ദൈവം നിങ്ങളെ ഒക്കെ തീർക്കട്ടെ. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ അറിയുന്ന ദൈവമേ, കാണുന്ന ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കഷ്ടതയിൽ കൂടെ പോകുന്ന ജനത്തെ ആശ്വസിപ്പിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവിനായി സ്തോത്രം. ജീവിതത്തിൽ ഭാരവും പ്രയാസവും അനുഭവിക്കുമ്പോൾ അവരോട് സഹതാപം കാണിച്ച് ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ കൂടെ അവരെ വിലയിരുത്തുവാനല്ല കർത്താവേ, അവരെ ഒന്ന് ചോർത്ത് പിടിക്കുവാൻ, അവരുടെ കാഴ്ചപ്പാടിൽ കൂടെ സംഗതികളെ കണ്ട് ഞങ്ങളുടെ സാന്നിധ്യം കൊടുത്ത് അവരെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ നീ ഞങ്ങളെ പഠിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.